ബി.ജെ.പി. കേരള ഘടകത്തിൽ നാളുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന കടുത്ത ഗ്രൂപ്പ് പോര് ഇപ്പോൾ പുറത്തേക്ക് ചാടുകയാണ്. പി.കെ. കൃഷ്ണദാസ് പക്ഷവും വി. മുരളീധരൻ പക്ഷവും പ്രബലമായ ഗ്രൂപ്പായി കേരള ബി.ജെ.പി. ഘടകത്തിൽ നിലനിന്ന് തമ്മിൽ കൊമ്പ് കോർക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ പൊട്ടിത്തെറിച്ച് വി. മുരളീധര പക്ഷം രംഗത്ത് വന്നത്. നേതൃയോഗത്തിൽ മുരളീധരനെയും കെ. സുരേന്ദ്രനെയും വിളിക്കാത്തതിൽ മുരളീധര പക്ഷം കോർ കമ്മിറ്റി യോഗത്തിൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ നേതാവായി എന്നാണ് മുരളീധര പക്ഷത്തിൻ്റെ വിമർശനം. എന്നാൽ മുൻ അധ്യക്ഷനെ കോർ കമ്മിറ്റിയിൽ ക്ഷണിച്ചില്ല എന്ന വാർത്ത മുൻ അധ്യക്ഷൻ കൂടിയായ കെ. സുരേന്ദ്രൻ ഒട്ടും നിഷേധിച്ചിട്ടുമില്ല. കേരളത്തിൽ കെ. സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന കാലത്ത് ഗ്രൂപ്പ് തമ്മിലടി രൂക്ഷമായിരുന്നു. ആ തമ്മിലടി പരസ്യമായി പലപ്പോഴും പുറത്തേക്ക് വരികയും ചെയ്തു. അത് സംസ്ഥാന അധ്യക്ഷൻ എന്നതിൽ കെ. സുരേന്ദ്രൻ്റെ കഴിവുകേടായി കൃഷ്ണദാസ് പക്ഷം പ്രചരിപ്പിക്കുകയും അത് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞതിൻ്റെ വെളിച്ചത്തിലുമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നതിൽ ഒരു സുപ്രഭാതത്തിൽ കെട്ടിയെഴുന്നള്ളിച്ച ഒരു അധ്യക്ഷനെ പട്ടാഭിഷേകം നടത്തി ബി.ജെ.പി. ദേശീയ നേതൃത്വം പ്രതിഷ്ഠിച്ചത്. ഇതിൽ കടുത്ത അതൃപ്തി കേരള ബി.ജെ.പി. നിലനിൽക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തെ ബി.ജെ.പിയിലെ ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നു എന്ന വ്യാജേന വന്ന് സംസ്ഥാനത്ത് പ്രബലരായ കൃഷ്ണദാസ് പക്ഷത്തേക്ക് ചായുകയും ചെയ്ത് തൻ്റെ സ്ഥാനം ഭദ്രമാക്കിയത്. ബി.ജെ.പിയിൽ പക്ഷമില്ല എന്ന് ആവർത്തിച്ച് നേതാക്കൾ പറയുമ്പോഴും അവർക്കിടയിൽ തിളച്ചുമറിയുന്ന ഗ്രൂപ്പിസത്തിൻ്റെ പൊട്ടലും ചീറ്റലും പലപ്പോഴും മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴത്തെ പാർട്ടിയിലുള്ള അസ്വസ്ഥതയ്ക്ക് കാരണം പുതിയ ഭാരവാഹി പട്ടികയിൽ നാമനിർദ്ദേശം ചെയ്തതോടു കൂടിയാണ് പ്രശ്നം രൂക്ഷമായത് എന്നതാണ് കേൾക്കുന്നത്. പൂർണ്ണമായും മുരളീധര പക്ഷത്തെയും സുരേന്ദ്ര പക്ഷത്തെയും തഴഞ്ഞുകൊണ്ടാണ് പുതിയ ഭാരവാഹി നിർണയം നടത്തിയത്. അതും അവരെ ചൊടിപ്പിക്കാൻ കാരണമാക്കി. അതിനുശേഷം ഇപ്പോൾ പുറത്തു വന്ന അടുത്ത വർഷത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പട്ടിക വന്നതോടെ വീണ്ടും നില വഷളാക്കിയിരിക്കുകയാണ്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സാധാരണ നിലയ്ക്ക് മഞ്ചേശ്വരത്ത് മത്സരിക്കേണ്ട സുരേന്ദ്രനെ അവിടെ നിന്നും മാറ്റി ബി.ജെ.പിക്ക് വലിയ സ്വാധീനമില്ലാത്ത വർക്കലയിൽ മത്സരിപ്പിക്കാനാണ് ബി.ജെ.പി. നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പുറത്തു വന്ന മുറയ്ക്ക് തന്നെ സുരേന്ദ്രപക്ഷം തടയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേന്ദ്രനെ തൃശ്ശൂരോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവോ മത്സരിപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ സുരേന്ദ്രനും മുരളീധരനും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിന്നേക്കും എന്നാണ് അറിയുന്നത്. സുരേന്ദ്രനും മുരളീധരനും അനുകൂലികൾക്കും ഒട്ടേറെ പരാതികളുണ്ട്. അവരുടെ അനുയായികളെയും ഭാരവാഹി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിന് പുറമെ സംസ്ഥാന മുൻ പ്രസിഡന്റുമാരെ നേതൃയോഗങ്ങളിൽ നിന്നും വിലക്കി എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതികൾ. എന്തിന് സംസ്ഥാന നേതൃത്വം പ്രസിദ്ധീകരിക്കുന്ന പോസ്റ്ററുകളിൽ നിന്ന് പോലും ഇവരുടെ ചിത്രങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ളത് അവരുടെ അനുയായികളിൽ കടുത്ത അമർഷമുണ്ട്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലുണ്ടായ സംഭവങ്ങളെ കൈകാര്യം ചെയ്ത രീതിയിൽ സംഘപരിവാറിനെ തന്നെ ഇപ്പോൾ ഏറെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. അതിന് പുറമെ തൃശ്ശൂരിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് തട്ടിപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ വന്ന ആരോപണങ്ങളെ തടയിടാനോ അതിനെ പ്രതിരോധിക്കാനോ സാധിച്ചില്ല എന്നത് ഈ ഗ്രൂപ്പ് പോരിന് ആക്കം കൂട്ടിയിട്ടുമുണ്ട്. അതുമാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ ആവശ്യമില്ലാത്ത തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്ന സംസ്ഥാന അധ്യക്ഷൻ്റെ നിലപാടുകളും ബി.ജെ.പിയിൽ കടുത്ത വിമർശനത്തിന് വഴിതെളിച്ചു. ഇതൊക്കെ ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലെത്തുകയും ചെയ്തു. അമിത്ഷാ ഉടൻ കേരളത്തിൽ വരുന്നതോടെ ഇതിനൊക്കെ ഒരു പരിഹാര നിർദ്ദേശം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് ഇതൊരു വലിയ തലവേദനയായിട്ടാണ് നിലനിൽക്കുന്നത്. പുറത്തു വന്ന സൂചനകൾ ശരിയാണെങ്കിൽ കോൺഗ്രസിലെ പ്രബലരായ നേതാക്കളായ വി. ഡി. സതീശിനെയും രമേശ് ചെന്നിത്തലയെയും കെ. മുരളീധരനെയും പ്രതിരോധിക്കാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. അതേസമയം CPM-ന് മേൽക്കോയ്മയുള്ള ധർമ്മടം, മട്ടന്നൂർ, തലശ്ശേരി മുതലായ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്ന തീരുമാനവും വിവാദത്തിൽ ആയിരിക്കുകയാണ്.
ഇത് കോൺഗ്രസ് നിരന്തരമായി ഉന്നയിക്കുന്ന CPM BJP ബാന്ധവം വീണ്ടും അടിവരയിടുന്നു. അതുവഴി കേരളത്തിൽ പാർട്ടിക്ക് ജയിക്കാൻ പറ്റിയ മണ്ഡലങ്ങളിൽ പോലും എതിർചേരിക്ക് ജനം വോട്ട് ചെയ്യും എന്നതാണ് സുരേന്ദ്രൻ, മുരളീധരൻ അനുകൂലികൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തവണ അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ 20% വോട്ടുകൾ നേടണമെന്നും BJPയെ ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ വിജയിപ്പിക്കണമെന്നുമാണ് പറഞ്ഞിരുന്നത്. അത് എത്രമാത്രം വിജയം കാണാൻ BJPക്ക് കഴിയുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കാണുന്നത്. വികസനം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം പറയുന്നില്ല, ഹിന്ദുത്വ അജണ്ടയിൽ നിന്നും പാർട്ടിയെ അകറ്റുകയാണ് എന്നാണ് സുരേന്ദ്രൻ പക്ഷം ആരോപിക്കുന്നത്. ഏതായാലും കേരളം പിടിക്കാൻ കച്ചകെട്ടിറങ്ങിയ BJPയുടെ അകത്തളത്തിൽ അധികാര വടംവലിയുടെ പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. പക്ഷം തിരിഞ്ഞുള്ള BJPയിലെ ഉൾപ്പോര് രൂക്ഷമായ സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിധ്വനിക്കുമെന്നും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും ഉള്ള വിലയിരുത്തലുകളാണ് ദേശീയ നേതൃത്വത്തിനുള്ളത്. അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത സംസ്ഥാന നേതൃത്വത്തിൻ്റെ കഴിവുകേട് ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് മുരളീധര പക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏതായാലും മറനീക്കി പുറത്തു വന്ന BJPയിലെ ഈ ഉൾപ്പോര് സംസ്ഥാന BJP രാഷ്ട്രീയത്തിൽ കടുത്ത രീതിയിൽ പ്രതിഫലിക്കുമെന്ന് നിരീക്ഷകർ നോക്കിക്കാണുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.